ഇന്ന് വാഴയിൽ പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് റോട്ടിൽ കൂടെ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വാഴൻ്റെ അടുത്ത് ഉള്ള ഒരു കൃഷിയാണിത്, ചീമച്ചെറുങ്ങിൻ്റെ കൃഷിയാണ് കേട്ടോ. അപ്പോൾ നമ്മളതല്ല, അവിടുത്തെ ഒരു ഏട്ടൻ്റെയാണ് കേട്ടോ. ആ ഏട്ടൻ്റെ ചീമച്ചെറുങ്ങ പന്തൽക്ക് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ചീമച്ചെറുങ്ങ പന്തൽക്ക് കയറില്ലേ, അപ്പോൾ ഒരു വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ പന്തലിൻ്റെ ഉള്ളിൽ പോയപ്പം നമ്മൾ ആദ്യം നട്ടിരുന്ന വള്ളിയൊക്കെ കരിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചീമച്ചെറുങ്ങ കൃഷിക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മൾ ആദ്യം നട്ട് കഴിഞ്ഞ് അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ ആദ്യം വന്ന വള്ളിയും ഇലയും ഒക്കെ ഉണങ്ങിപ്പോവും. പിന്നെ രണ്ടാമതും അതിൽ തന്നെ പൊട്ടിത്തെളുത്ത് ഒരു വള്ളിയും കൂടി ഉണ്ടാവും കേട്ടോ. പിന്നെ അങ്ങനെ 2 വിളവെടുപ്പ് 3 വിളവെടുപ്പൊക്കെ ഒരു ചീമച്ചെറുങ്ങ പന്തലിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉണങ്ങിയ വള്ളിയും ഇലയും ഒക്കെ പണിക്കാരെ വെച്ചിട്ട് ഒഴിവാക്കും കേട്ടോ. അപ്പോൾ പച്ച മാത്രമായിട്ട് നിൽക്കും. അപ്പോൾ പച്ചക്കപ്പോൾ അങ്ങനെ ഉഷാറായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, കായും പൂവും ഒക്കെ ആയി തുടങ്ങുന്ന സമയമാണ്. പിന്നെ ഇനി ഉണങ്ങിയ വള്ളികളൊക്കെ എടുത്ത് മാറ്റി വളം കൂടി കൊടുത്താൽ നല്ല ഉഷാറായി വരും. ചീമച്ചെറുങ്ങിൻ്റെ വിത്ത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് നട്ട് വെച്ചാലാണ് ചീമച്ചെറുങ്ങ വള്ളിയായിട്ട് വരിക. അതിൻ്റെ കായ് തന്നെ നല്ല മൂത്ത കായ് ഇങ്ങനെ കുറച്ച് ദിവസം എടുത്ത് വെച്ചാൽ അതിൻ്റെ നടു ഇങ്ങനെ പിളർന്നിട്ട് മുളച്ച് വരും കേട്ടോ. ഇതാണ് നമ്മൾ നട്ട് കൊടുക്കുക. ഇതിൽ നിന്നാണ് നമ്മൾ വള്ളി ഉണ്ടാക്കി എടുക്കുക കേട്ടോ. നിലത്തെടുക്കുന്ന നല്ല വിത്തുകളൊക്കെ മാറ്റിയെടുത്തിട്ട് അടുത്ത കൃഷിക്ക് ഉപയോഗിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.